ബി.ജെ.പി. നേതാവ് പത്മജ വേണുഗോപാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചെന്ന സൂചന നൽകി സോഷ്യൽ മീഡിയയിൽ ഫോട്ടോഷൂട്ട് വീഡിയോകൾ പങ്കുവച്ചത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. സ്വന്തം ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് പത്മജ വീഡിയോ പങ്കുവച്ചത്. നമുക്കൊരുമിച്ച് തുടങ്ങാം എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബി.ജെ.പിയുടെ ഷാൾ ധരിച്ച് കൈകൂപ്പിയും മുഷ്ടി ചുരുട്ടിയും ക്യാമറയ്ക്ക് മുന്നിൽ ആത്മവിശ്വാസത്തോടെ പോസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ പുറത്തുവന്നതോടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ സജീവമായി രംഗത്തിറങ്ങുമെന്ന സൂചനകളാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. പ്രത്യേകിച്ച് തൃശൂർ മണ്ഡലത്തിൽ നിന്ന് തന്നെ ജനവിധി തേടാനാണ് പത്മജ തയ്യാറെടുക്കുന്നതെന്നാണ് ബി.ജെ.പി. വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. എന്നാൽ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പത്മജ ഇതുവരെ നിഷേധിച്ചിട്ടില്ലെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് തൃശൂരിൽ ബി.ജെ.പിക്കായി ചുവരെഴുത്ത് നടത്തുന്നതിലും പത്മജ സജീവമായി പങ്കെടുത്തിരുന്നു. ഇത് തൃശൂരിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പത്മജ കൂടുതൽ സജീവമാകുന്നതിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെട്ടത്. അതേസമയം ആറ്റുകാൽ പൊങ്കാല ചടങ്ങിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ തൃശൂരിലെ ഓരോ വീടും തനിക്ക് പരിചിതമാണെന്നും അവിടുത്തെ ആളുകളെല്ലാവരും തന്റെ സുഹൃത്തുക്കളാണെന്നും പത്മജ പറഞ്ഞിരുന്നു. നാട്ടുകാർ സ്നേഹത്തോടെ തന്നെ പത്മേച്ചി എന്നാണ് വിളിക്കുന്നതെന്നും അതൊരു വലിയ ആത്മവിശ്വാസം നൽകുന്നുവെന്നും അവർ വ്യക്തമാക്കി. 2024 മാർച്ചിലാണ് പത്മജ വേണുഗോപാൽ ഔദ്യോഗികമായി ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നത്. ഡൽഹിയിലെ ബി.ജെ.പി. ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് അവർ അംഗത്വം സ്വീകരിച്ചത്. കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്നതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾ ഉയർന്നിരുന്നു. തുടർന്ന് മുൻ പാർട്ടിയായ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ശക്തമായ വിമർശനങ്ങളുമായി പത്മജ രംഗത്തെത്തുകയും ചെയ്തു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച പത്മജയ്ക്ക് വളരെ ചെറിയ വോട്ട് വ്യത്യാസത്തിലാണ് പരാജയം നേരിട്ടത്. പി ബാലചന്ദ്രൻ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാനാർത്ഥിയോട് 946 വോട്ടുകൾക്കായിരുന്നു പത്മജയുടെ തോൽവി. പി ബാലചന്ദ്രൻ 44,263 വോട്ടുകൾ നേടിയപ്പോൾ പത്മജയ്ക്ക് ലഭിച്ചത് 43,317 വോട്ടുകളായിരുന്നു. മൂന്നാം സ്ഥാനത്തെത്തിയ ബി.ജെ.പി. സ്ഥാനാർത്ഥി സുരേഷ് ഗോപി 40,457 വോട്ടുകൾ നേടിയിരുന്നു. ഈ ഫലമാണ് തൃശൂരിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് വഴിവെച്ചത്. വോട്ടുകളുടെ വ്യത്യാസം വളരെ കുറഞ്ഞതിനാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലം സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടങ്ങളിൽ ഒന്നാകുമെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നത്. ബി.ജെ.പിയിൽ ചേർന്നതിനു ശേഷം മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് തന്നെ ചതി നേരിട്ടുവെന്ന ആരോപണവും പത്മജ ഉയർത്തിയിരുന്നു. അതാണ് പാർട്ടി വിടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. പുതിയ രാഷ്ട്രീയ വേദിയിൽ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാനാണ് തന്റെ തീരുമാനമെന്നും പത്മജ വ്യക്തമാക്കിയിരുന്നു. ഇക്കുറി തൃശൂരിൽ വിജയിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് പത്മജ വേണുഗോപാൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലം ബി.ജെ.പി. പിടിച്ചെടുത്തത് പാർട്ടിക്കുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ അടുത്തിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണം കോൺഗ്രസ് തിരിച്ചുപിടിച്ചതും ബി.ജെ.പിയുടെ വോട്ട് ശതമാനം കുറഞ്ഞതും പാർട്ടിക്ക് വെല്ലുവിളിയായാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിനിടെ പത്മജ തൃശൂരിൽ മത്സരിച്ചാൽ വിജയിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് സുരേഷ് ഗോപി എം.പിയും പ്രതികരിച്ചിരുന്നു. തൃശൂരിൽ ബി.ജെ.പിക്ക് ശക്തമായ ജനപിന്തുണയുണ്ടെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് കൂടുതൽ പ്രകടമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സൂചനകൾക്കിടയിൽ പത്മജയുടെ ഫോട്ടോഷൂട്ട് വീഡിയോ പുറത്തുവന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായുള്ള പ്രചരണത്തിന് തുടക്കമെന്ന രീതിയിലാണെന്നാണ് പലരും വിലയിരുത്തുന്നത്. വരാനിരിക്കുന്ന മാസങ്ങളിൽ തൃശൂരിലെ രാഷ്ട്രീയ ചലനങ്ങൾ കൂടുതൽ ശക്തമാകാനും വ്യക്തമാകാനുമാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.